കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസം വൈകുന്നേരത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. മത്സരങ്ങളൊക്കെയും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ആളുകളും കൂടുതലാണ്. നമുക്ക് ഒരു സാഹിത്യ പ്രതിഭയെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹയർ സെക്കൻഡറി വിഭാഗം അല്ലേ? ഹയർ സെക്കൻഡറി വിഭാഗം വ്യക്തിഗത 3 ഐറ്റങ്ങൾക്കും 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. രചനയിൽ, അറബിക് രചനയിൽ അല്ലെ, മുഹമ്മദ് ജമീലാണ് പേര്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ സീരിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഐറ്റത്തിന് അവിടെ പങ്കെടുത്തിട്ടുള്ളത്? ഉപന്യാസം അറബിക്ക്, കവിതാരചന അറബിക്ക്, കഥാരചന അറബിക്ക്. എല്ലാം അറബിക്കിന്റെ 3 ഐറ്റങ്ങളും വ്യക്തിഗത ഐറ്റങ്ങളും ഒക്കെയും പങ്കെടുത്തിട്ടുണ്ട്. സാറ് സ്കൂളിലെ അധ്യാപകനാണ് അല്ലേ? പേര് ഷമീം. അപ്പോൾ കഴിഞ്ഞ ഹൈസ്കൂളിൽ തന്നെ നല്ല മിടുക്കാട്ടിയ ഒരു കുട്ടിയായിരുന്നു. ഹൈസ്കൂളിൽ 3 ഇവന്റ് പങ്കെടുത്ത് ജില്ലാ ലെവൽ വരെ കഴിഞ്ഞ 3 ടേമിൽ 8ലും 9ലും 10ലും പഠിക്കുന്ന സമയത്ത് 3 ടേമിലും +1 ഇത് ആവർത്തിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആദ്യമായിട്ട് സ്റ്റേറ്റിലേക്ക് വല്ല അവസരം കിട്ടുന്നത്. അതെ, ഇപ്പൊ 3 ഇവന്റ് സ്റ്റേറ്റിലേക്ക് തന്നെയാണ്. 3 ഐറ്റം ജില്ലയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. ആ 3 ഐറ്റം സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 3 ഐറ്റത്തിൽ ഇപ്പോൾ എന്തൊക്കെയായിരുന്നു വിഷയം? എന്തായിരുന്നു? ഉപന്യാസത്തിന് എനിക്ക് കിട്ടിയത് സമൂഹ നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ, കവിതാരചനയിൽ കുട്ടിയുടെ രോദനം, അതുപോലെ തന്നെ കഥാരചനയിൽ പ്രതീക്ഷ. ഈ 3 വിഷയങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തീം എന്ന് പറയുമ്പോൾ നമുക്കത് ആ ഒരു എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക എന്നുള്ളതിനേക്കാളും ആ ഒരു തീം എങ്ങനെ നമുക്ക് സമൂഹത്തിലേക്ക് എന്തെത്തിക്കാം, ഏത് രീതിയിലായിരുന്നു ആ തീം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് വെച്ചാൽ ഇപ്പോൾ സമൂഹത്തിൽ കരളിൽ നടക്കുന്ന ഡ്രഗ്സിൻ്റെ മാരകമായിട്ടുള്ള അമിത ഉപയോഗം, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്, പ്ലാസ്റ്റിക് ഉപയോഗം, അങ്ങനെ കുറച്ച് എഴുതിയത്. സമകാലിക പ്രസക്തി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര സമയം ഉണ്ടായിരുന്നു ഇതിനൊക്കെ? സമയം 2 മണിക്കൂറാണ് 3 ഐറ്റത്തിനും. കവിതക്കാണെങ്കിലും ഉപന്യാസത്തിനാണെങ്കിലും എല്ലാത്തിനാണ് 2 മണിക്കൂർ. ഈ അറബിക് എന്നുള്ളത് ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നതാണോ? അറബിക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയിൽ 3 മെമ്പേഴ്സ് അറബിക് ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഒരാൾ റിട്ടയർഡാണ്, വെള്ളാറ ഗവൺമെൻറ് സ്കൂൾ പഠിപ്പിക്കുന്നത്. ഒരാൾ കണ്ണൂർ ടൗൺ സ്കൂൾ ഹയർ സെക്കൻഡറി അറബി അധ്യാപകൻ. ഒരാൾ സീരിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. അപ്പോൾ ഒരു അറബിക് ടച്ചിലെ ഫാമിലി ആയതുകൊണ്ട് തന്നെ അറബി ഐറ്റത്തിനോടാണ് കൂടുതലും താല്പര്യം അല്ലേ? അപ്പൊ ഈ പങ്കെടുത്തതൊക്കെയും അറബി ഐറ്റങ്ങൾ മാത്രമാണ്, മറ്റ് ഭാഷകളേക്കൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടല്ല, എനിക്ക് അറബിയിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്, ഒരു പാഷൻ, കൂടുതലും ഹൈസ്കൂളിലെ സമയത്ത് ഞാൻ അറബിക് കലോത്സവത്തിനും അധികം പങ്കെടുത്ത് പരിചയം എന്ന് പറയാം. അപ്പോൾ അറബിയാണ് കൂടുതലും താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് ഇതുപോലെയല്ല, രചന എന്ന് പറയുമ്പോൾ നമുക്കൊരു പരന്നൊരു വായന ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയാള സാഹിത്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ തന്നെ നമുക്കൊരു പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സാധ്യമാവുള്ളൂ. പത്രങ്ങൾ വായിക്കണം, സമകാലിക പ്രസക്തിയുള്ളതൊക്കെ വായിക്കണം, ബുക്കുകൾ വായിക്കണം, അത്തരത്തിൽ. അപ്പോൾ ഈ അറബിക് എന്ന് പറയുമ്പോൾ ആ ഒരു വായന ഉണ്ടോ? അതുണ്ട്. എൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ ആ സ്കൂളിലൊക്കെ അറബി എടുക്കുന്നതിന് മുമ്പേ ഞാൻ ആ പാഠം ജസ്റ്റ് വായിച്ച് അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇതാണല്ലേ അത്. അപ്പോൾ സാർ എന്ത് തോന്നി 3 ഐറ്റത്തിലും ഇങ്ങനെ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ? ഒരുപാട് അഭിമാനമുണ്ട്. കാരണം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രൗഡാണ്. 3 ഇവന്റിൽ കുട്ടി പങ്കെടുത്തു, 3നും ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിലേക്ക് പോയി ഒരു സാഹിത്യ പ്രതിഭയായിട്ട് തന്നെ ഒരുപാട് അഭിമാനവും സന്തോഷവും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ലയിൽ ആയിക്കഴിഞ്ഞാൽ നല്ല മികച്ച റിസൾട്ടുകളാണ് ജില്ലയിൽ ഉണ്ടായത്. അപ്പോൾ ആ വർഷങ്ങളൊന്നും സ്റ്റേറ്റിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം മോന് അതിനെയൊക്കെ വകച്ചു മാറ്റിയിട്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നത് വലിയ പ്രൗഡാണ്. ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ഇവൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, അറബിക്കിലെ നമ്മളെ സ്കൂളിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ, അല്ലെങ്കിൽ മറ്റ് മൊത്തത്തിൽ PTA മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും സന്തോഷവും. വ്യക്തിഗത ഐറ്റത്തിൽ 3 ഐറ്റത്തിൽ മാത്രമല്ല ഒരാൾക്ക് പങ്കെടുക്കാൻ വേണ്ടി 3ന് ഫസ്റ്റ് ആവുന്ന തീർച്ചയായിട്ടും കിട്ടിയെന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷകരമുള്ള കാര്യമാണ്. ഇനിയിപ്പോ സ്റ്റേറ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അറബിക്ക് ആ ഒരു മേഖലയിൽ മിക്കവാറും നമ്മുടെ സീരിയസ് സ്കൂള്, പിന്നെ അറബിക് മേഖലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ജില്ലയിൽ ഒരുപാട് കുട്ടികളെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മേഖലകളിൽ ഒരുപാട് മത്സരങ്ങൾ, സ്കൂളിന്റെ ആ ഒരു യശസ് അങ്ങനെ തന്നെ തീർച്ചയായിട്ടും പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു മാം.